കുറച്ച് ദിവസങ്ങളായി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പ്ലാൻ ചെയ്ത ഒരു ഗ്രില്ലിംഗ് പോയ വീഡിയോ വ്ളോഗാണിത്. ദുബായ്ക്കാർക്ക് വിൻ്റർ വന്നാൽ ഒരു ഗ്രില്ലിങ്ങെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് വീഡിയോകൾ കണ്ട് സഹി കേട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫാമിലിയും കൂടി മുഷിരി പാർക്കിൽ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ദുബായിൽ ചില പാർക്കിൽ മാത്രമാണ് ഗ്രില്ലിംഗ് ഫെസിലിറ്റീസ് ഉള്ളത്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പാർക്കായ മുഷിരി പാർക്കിലാണ് ഞങ്ങൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. നേരത്തെ വന്നാൽ മാത്രമേ നല്ല സ്പോട്ട് കിട്ടുള്ളൂ. ഒരുപാട് ഓടി നടന്ന് തപ്പിത്തിരക്കി ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. സാൻഡ് ടോയുമായി കുട്ടിപ്പട്ടാളം കളി തുടങ്ങി. കനലെല്ലാം വാരിക്കൂട്ടി തീ കത്തിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ. യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കടാ. ഇരുട്ടായി തുടങ്ങി. അത്യാവശ്യം തണുപ്പുണ്ട്. കനലും നന്നായി ചൂടായി തുടങ്ങി. എല്ലാവരും എത്താൻ കാത്തു നിൽക്കാതെ കൊണ്ടുവന്ന സ്നാക്സ് കഴിച്ചു തുടങ്ങി. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? കുട്ടിയായിട്ട് കളിച്ചിട്ട് കോണിയും എടുത്തോണ്ട് വേണോ? എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ? എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തല് പണിക്ക് വന്നവരായാലും ശരി, പട്ടിക പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വല്യപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. അതെന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രോന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് ഇടാൻ പാടില്ലേ? വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണ അലമ്പുണ്ടാക്കിയ ഉമ്മത്തു മാത്തു, സോഡ ജോസ്, ഷാപ്പിലെ പാപ്പു എന്നിവർ ഇത്തവണ മാന്യന്മാരാകേണ്ടതാണ്. പണിയെടുക്കണ ഒരുത്തനങ്ങളുണ്ടല്ല, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. എന്താ ഇത്? ശങ്കരാചാര്യരുടെ കാൽപ്പാടുകളോ? ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതെന്റെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ടും പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ പ്രത്യേക നിർബന്ധം മാനിച്ചുമാണ്. ഏകദേശം ഗ്രില്ലിംഗ് ഒക്കെ കഴിയാനായി. എന്നാലും വന്നപ്പോൾ തുടങ്ങിയ പാട്ട് മാത്രം അവസാനിച്ചിട്ടില്ല. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി? ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോഴേ നീ പഠിക്കുള്ളൂ. ഈ ഗ്രില്ലിങ്ങിലെ ഹൈലൈറ്റ് ചെമ്മീൻ ഗ്രില്ല് ചെയ്തപ്പോഴാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു.
സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ബൈ വരാവുന്നതാ. ബൈ 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 ബൈ. ഓ ബൈ.